ചരിത്രം കുറിച്ച 102 സീറ്റുകൾ ഇടതുപക്ഷത്തെ നിലംപരിശാക്കിയ അതിഗംഭീര വിജയം. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 രാപ്പകലുകൾ പിന്നിട്ടിട്ടും കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം നാഥനില്ലാതെ കിടക്കുകയാണ്. ആരാകും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? ആ ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ പോലും ഉത്തരം കിട്ടാതെ പരക്കം പായുന്നു. 10 ദിവസമായി ദില്ലിയിലും തിരുവനന്തപുരത്തുമായി അരങ്ങേറുന്ന നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ഒടുവിലെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. അതെ, കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും ആ വെളുത്ത പുക ഉയരാൻ പോവുകയാണ്. മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ ചർച്ചകൾ പൂർത്തിയായെന്നും വ്യാഴാഴ്ച കേരളത്തിൽ വച്ച് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും മുതിർന്ന നേതാവ് ജയറാം രമേശ് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിരുന്നോ? മുഖ്യമന്ത്രി ആരാണെന്നതിനെക്കുറിച്ച് ഹൈക്കമാൻഡ് ഒരു വലിയ സൂചന കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. നിർഭാഗ്യവശാൽ ആരും അത് ശ്രദ്ധിച്ചില്ല. ഈ പുറമേക്ക് കാണുന്നതല്ല ദില്ലിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് പോയുന്ന യഥാർത്ഥ സത്യങ്ങൾ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യാതിരുന്ന KC വേണുഗോപാലിൻ്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നതോടെയാണ് ഈ രാഷ്ട്രീയ യുദ്ധം തുടങ്ങുന്നത്. കേരളത്തിലെ ഭൂരിഭാഗം MLA-മാരും MP-മാരും മുൻ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരും KC വേണുഗോപാലിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നു. എന്നാൽ അവിടെയാണ് മുസ്ലിം ലീഗ് എന്ന നിർണായക ഘടകകക്ഷി തങ്ങളുടെ തുറുപ്പ് ചീട്ടിറക്കിയത്. പട നയിച്ച ക്യാപ്റ്റൻ തന്നെ രാജാവാകണം. ലീഗിൻ്റെ നിലപാട് വ്യക്തമായിരുന്നു. VD സതീശനെ മാറ്റാൻ പാടില്ല. ലീഗിൻ്റെ ഈ നിലപാട് ഹൈക്കമാൻഡിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി. അതിനു പിന്നാലെ സതീശൻ അനുകൂലികൾ തെരുവിലിറങ്ങുകൂടി ചെയ്തതോടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തിയിലായി. എന്തായിരുന്നു ഹൈക്കമാൻഡ് നൽകിയ സൂചന? തീരുമാനം പ്രഖ്യാപിക്കാനുള്ള ഹൈക്കമാൻഡിൻ്റെ മടി തന്നെയാണ് സൂചന. തീരുമാനം പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് മടിക്കുന്നതിന് കാരണമുണ്ട്. കാരണം അത് മാധ്യമങ്ങൾ നിർമ്മിച്ച ജനവികാരത്തിന് എതിരാവാനാണ് 80% സാധ്യതയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതായത് VD സതീശന് എതിരായിരിക്കുമെന്ന്. എന്തുകൊണ്ടാണ് സതീശൻ ഹൈക്കമാൻഡിനെ അനഭിമതനാകുന്നത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിടക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് കേരളം കത്തിച്ച ഒരു വിവാദത്തിലാണ്. ശബരിമല സ്വർണ്ണക്കേസ്. VD സതീശൻ 100% ഫ്രെയിം ചെയ്തെടുത്ത കേസ് എന്നാണ് ഇതിനെക്കുറിച്ച് KC അനുകൂലികളുടെ അഭിപ്രായം. ഒരേ സമയം ഇടതുപക്ഷ ദേവസ്വം ബോർഡിനെയും സ്വന്തം പാർട്ടിയിലെ KC വേണുഗോപാലിനെയും അടൂർ പ്രകാശിനെയും വീഴ്ത്താൻ അദ്ദേഹം കുഴിച്ച വലിയൊരു കെണി. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ട് കേരളം ഏറ്റുപാടിയെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോയത് പെട്ടെന്നാണ്. കൊടിമരം സ്വർണം പൂശിയതു മുതൽ സ്വർണ്ണക്കള്ളന്മാർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി കിഴി കൊടുക്കുന്ന ചിത്രങ്ങൾ വരെ അതിലും ഉച്ചത്തിൽ ആഘോഷിക്കപ്പെട്ടു. UDF തരംഗത്തിൽ ജനങ്ങൾ അതൊക്കെ മറന്നിട്ടുണ്ടാകാം. പക്ഷേ ദില്ലിയിലെ ഗാന്ധി കുടുംബം അത് മറക്കില്ല. കാരണം സതീശൻ വെട്ടിയ കുഴിയിൽ വീണത് ശരിക്കും അവരായിരുന്നു. ആ ചിത്രങ്ങൾ പുറത്തുവിട്ടത് അതിൽ പങ്കാളികളായിരുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെയാണെന്ന് ഹൈക്കമാൻഡിന് വ്യക്തമായി അറിയാം. പോരാത്തതിന് ഈ ചരിത്ര വിജയത്തിനിടയിലും സതീശൻ നടത്തിയ ചില ദുരൂഹ യാത്രകൾ, സ്വർണ്ണക്കേസ് പ്രതിയോടൊപ്പം ചാർട്ടേഡ് വിമാനത്തിൽ NDA പ്രതിനിധികളെ കാണാൻ പോയതും അദാനിയുടെ വിമാനത്തിൽ മൂകാംബിക ദർശനം നടത്തിയതും ദില്ലിയിലെ റഡാറുകളിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. ഹൈക്കമാൻഡ് ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് വരാം. സോഷ്യൽ മീഡിയയിലും പാർട്ടി അണികൾക്കിടയിലും ഉയരുന്ന ഒരു അടിസ്ഥാന ചോദ്യമുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ എന്ത് യോഗ്യതയാണ് VD സതീശനുള്ളത്? ഒരു യോഗ്യതയുമില്ലാതെ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ് അദ്ദേഹമെന്ന് സ്വന്തം അണികൾ തന്നെ വിമർശിക്കുന്നു. പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചത് രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം നേരിട്ട് നയിച്ചിരുന്നെങ്കിൽ പോലും ഈ വിജയം കോൺഗ്രസ് നേടുമായിരുന്നു എന്നും വിശ്വസിക്കുന്നവരാണ് കൂടുതൽ. കഴിഞ്ഞ 5 വർഷം നിയമസഭയിൽ ശബ്ദമുയർത്തിയതല്ലാതെ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശന് കഴിഞ്ഞിട്ടുണ്ടോ? സ്വന്തം പാർട്ടിയിലെ 10 MLA-മാരുടെ പോലും പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ മുഖ്യമന്ത്രി കസേര നൽകും? മുസ്ലിം ലീഗിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒരാൾ ഭരിച്ചാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന ആശങ്ക പാർട്ടിയിൽ ശക്തമാണ്. പിണറായിക്ക് ഭരിക്കാമെങ്കിൽ സതീശനുമാവാം എന്ന് ചിന്തിക്കുന്നവർക്ക് കേരളത്തിന് നല്ലത് വരട്ടെ എന്ന് മാത്രമേ പറയാനാകൂ. പക്ഷേ ഈ രാഷ്ട്രീയ നാടകം കേരളത്തിൽ ഒതുങ്ങുന്നില്ല. സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ അതിൻ്റെ പ്രകമ്പനം എത്തുക അയൽ സംസ്ഥാനമായ കർണാടകയിലായിരിക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കർണാടകയിൽ കോൺഗ്രസിനുള്ളിലെ അധികാര തർക്കം വീണ്ടും പുകയുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് ബംഗളൂരു നഗരം മുഴുവൻ ഉയർന്ന പോസ്റ്ററുകൾ നൽകുന്ന സൂചന ഭയാനകമാണ്. അടുത്ത മുഖ്യമന്ത്രി DK ശിവകുമാർ
2023 അധികാരത്തിലേറുമ്പോൾ സിദ്ധരാമയ്യയും ഡി കെയും തമ്മിലുണ്ടാക്കിയ 2.5 വർഷത്തെ അധികാര കൈമാറ്റ കരാർ നടപ്പിലാക്കാൻ ഡി കെയുടെ അനുയായികൾ വാളോങ്ങി നിൽക്കുകയാണ്. ഇവിടെയാണ് കേരളവും കർണാടകയും തമ്മിലുള്ള ബന്ധം. കേരളത്തിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് അംഗീകരിച്ചാൽ ഞങ്ങളുടെ നേതാവിനെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന ചോദ്യവുമായി കർണാടകയിലെ ഡി കെ വിഭാഗം കലാപക്കൊടി ഉയർത്തും. അനേകം MLA മാർ ഡി കെയെ പരസ്യമായി പിന്തുണച്ചു കഴിഞ്ഞു. ഭരണ തുടർച്ചയ്ക്കായി സിദ്ധരാമയ്യ തുടരണമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ കെ സി വേണുഗോപാലിനെ പോലെയുള്ള ദേശീയ നേതാക്കൾ ഈ കനൽ കെടുത്താൻ പാടുപെടുകയാണ്. കേരളത്തിലെ ഒരു തെറ്റായ തീരുമാനം കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ അടിവേരിളക്കും. അതുകൊണ്ട് ഹൈക്കമാൻഡിൽ നിന്ന് വി ഡി സതീശന് അനുകൂലമായോ പ്രതികൂലമായോ എന്ത് തീരുമാനമുണ്ടായാലും അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് വലിയൊരു ഭൂകമ്പമായിരിക്കും. ഇരു ചേരികളും പോർവിളി മുഴക്കി നിൽക്കുമ്പോൾ ഈ രാഷ്ട്രീയ ചതുരംഗത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാനായി മാറാൻ പോകുന്നത് മറ്റൊരാളാകാം, ഒരുപക്ഷെ രമേശ് ചെന്നിത്തല. ചുരുക്കത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ എത്തില്ല എന്ന് തന്നെയാണ്. അതേസമയം കെ സി വേണുഗോപാൽ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റൊരാൾ, അത് രമേശ് ചെന്നിത്തലയാകാം, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാകുമെന്ന് തന്നെയാണ്. സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു സാഹചര്യത്തിൽ അല്ലാത്തതുകൊണ്ട് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് പുറത്തുനിന്ന് കളി കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. 10 ദിവസത്തെ മൗനത്തിന് ശേഷം ആ വെളുത്ത പുക ഉയരുമ്പോൾ കേരളം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്നു. കളി ഇനിയും ബാക്കിയാണ്.